നമസ്കാരം, ഓപ്പൺ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ഹെൽമറ്റ് ഇല്ലാതെ ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്തവരിൽ നിന്ന് സംസ്ഥാനത്ത് ഒരാഴ്ചക്കിടെ പിരിച്ചെടുത്തത് 2.7 കോടി രൂപ. സമുദായ ശാക്തീകരണ വർഷാചരണത്തിന്റെ ഭാഗമായി 40ാം വെള്ളിയാഴ്ചയായ നാളെ ചുങ്കക്കുന്ന് ഫൊറോനയിലെ വിവിധ ദേവാലയങ്ങളിൽ നിന്ന് കുരിശിന്റെ വഴി ചുങ്കക്കുന്ന് ഫാത്തിമ മാതാ ഫൊറോന ദേവാലയത്തിലേക്ക് നടത്തുന്നു. ഇരിട്ടി കീഴൂർ കുളിച്ചമ്പ്രയിൽ അപകടത്തിൽ ഒരാൾക്കു പരിക്ക്. കൊടുവള്ളി, പൂനൂർ, നരിക്കുന്നിൽ, താമരശ്ശേരി ഭാഗങ്ങളിൽ ലഹരി വിൽപ്പന നടത്തുന്ന കുഞ്ഞാവ എന്ന ജ്യോതിഷ് എക്സൈസ് പിടിയിൽ. 9.935 ഗ്രാം MDMA-യുമായാണ് കുഞ്ഞാവ പിടിയിലായത്. തിരുവനന്തപുരത്ത് ട്രഷറിയിൽ അടയ്ക്കാൻ കൊണ്ടുവന്ന പണം തട്ടിയെടുത്തെന്ന് ആധാരമെഴുത്ത് ഓഫീസ് ഉടമയുടെ കള്ളപ്പരാതി. എന്നാൽ 60-കാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ തുക വീടിന്റെ അടുക്കളയിൽ നിന്നും ഓഫീസിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. അടിമകളാകാൻ ഞങ്ങളില്ല, ഞങ്ങൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവരല്ല. വോട്ട് നോട്ടയ്ക്ക്. പൊന്നാനിയിൽ സഖാക്കളുടെ പേരിൽ ഫ്ലെക്സ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്തെന്ന് ആരോപണം. യുവാവ് റോഡിൽ കുഴഞ്ഞു വീണു. കൊച്ചി എടയാറിൽ വ്യവസായ സ്ഥാപനത്തിലുണ്ടായ തീപിടുത്തത്തിൽ ഒരു മരണം. പാതാളം PG ലൂബ്രിക്കൻസിലാണ് തീപിടുത്തമുണ്ടായത്. ഏറ്റവും ആസ്തി കുറഞ്ഞ സ്ഥാനാർത്ഥി ആഷ്ന, കയ്യിലുള്ളത് 84 രൂപ. ഏറ്റുമാനൂരിലെ SUCI സ്ഥാനാർത്ഥി 26 വയസ്സുള്ള ആഷ്ന തമ്പി കോട്ടയം മെഡിക്കൽ കോളേജ് പരിസരത്ത് പിരിവെടുത്താണ് പ്രചാരണ ചെലവിനുള്ള പണം കണ്ടെത്തുന്നത്. പ്രതിഭയ്ക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ കേസെടുക്കാൻ നിർദ്ദേശിച്ച് ജില്ലാ കളക്ടർ. മാതൃകാ പെരുമാറ്റ ചട്ടലംഘനമെന്ന് കണ്ടെത്തൽ. നടനും സംവിധായകനുമായ രാജേന്ദ്രൻ അന്തരിച്ചു. കൊല്ലം പട്ടത്താനത്തെ വസതിയിലായിരുന്നു അന്ത്യം. ഏറെക്കാലമായി അസുഖബാധിതനായിരുന്നു. സംസ്കാരം നാളെ തൃശൂരിൽ നടക്കും. രാജ്യത്ത് പെട്രോളിന് 5 രൂപ 30 പൈസയും ഡീസലിന് 3 രൂപയും കൂട്ടി നയാര. കാരണം ക്രൂഡ് ഓയിൽ പ്രതിസന്ധി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർഗീയ പ്രസ്ഥാനങ്ങളെ അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കരുതെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി. പ്രതിഭയ്ക്കെതിരായ സ്ത്രീവിരുദ്ധ പരാമർശം. അടിയന്തര നടപടിക്ക് കളക്ടർക്ക് നിർദ്ദേശം നൽകി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആന്ധ്രാപ്രദേശിലെ പ്രകാശം ജില്ലയിലെ മാർക്കാപുരത്ത് ബസ്സും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് 10 പേർ കൊല്ലപ്പെട്ടു. 20 പേർക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് ഇരുവാഹനങ്ങളും കത്തിനശിച്ചു. വിറക് ശേഖരിക്കാൻ പോയ മൂന്നാർ സ്വദേശി വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവം. കുടുംബത്തിന് അടിയന്തര ധനസഹായം നൽകി വനംവകുപ്പ്. വീട്ടിലെ കിടപ്പുമുറിയിൽ കട്ടിലിനടിയിൽ പ്രത്യേക അറയുണ്ടാക്കി വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച വിദേശ മദ്യശേഖരം പിടികൂടി. അയ്യൻകുന്ന് കച്ചേരിക്കടവിലെ വടയാറ്റുകുന്നേൽ വീട്ടിൽ ജിജിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കെതിരെ അപകീർത്തികരമായ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് കാപ്പ കേസ് പ്രതി. ആവശ്യം 15 കോടി. LPGയുടെ പേരിൽ അധിക ചാർജ് റെസ്റ്റോറന്റുകൾ ഈടാക്കരുത്. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. അബുദാബിയിൽ മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ച് 2 പേർ മരിച്ചു. 3 പേർക്ക് പരിക്ക്. തൃശൂരിലെ അക്യുപങ്ചർ മരണം. മുഫ്സീനയുടെ കുട്ടികളുടെയും മരണം ചികിത്സ നൽകാതെയുള്ള കൊലപാതകം. അന്വേഷണം വേണമെന്ന് കുടുംബം. കാൺപൂരിൽ സിനിമാ തിയേറ്ററിനുള്ളിൽ പെൺകുട്ടിയെ ഉപദ്രവിച്ച യുവാവിനെ മർദ്ദിച്ച് പെൺകുട്ടിയുടെ അച്ഛൻ. കോഴിക്കോട് ബസ്സിനെ മറികടക്കാൻ അനുവദിച്ചില്ലെന്ന് ആരോപിച്ച് സ്വകാര്യ ബസ് ഡ്രൈവറെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ മറ്റൊരു സ്വകാര്യ ബസ് ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൃഷ്ണഗിരി പാതിരക്കവലയിൽ സ്വകാര്യ കാപ്പിത്തോട്ടത്തിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ജീർണിച്ച നിലയിലുള്ള മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഗ്രാമിന് 20 രൂപ കുറഞ്ഞ് 13,465 രൂപയും പവന് 480 രൂപ കുറഞ്ഞ് 1,07,720 രൂപയുമായി. വെള്ളിക്ക് 260 രൂപയുമായി. കേളകത്തെ ഇന്നത്തെ വില നിലവാരം. റബ്ബർ 217, ലോട്ട് 202, ഒട്ടുപാൽ 128, കുരുമുളക് 665, അടയ്ക്ക 390, കശുവണ്ടി 152, തേങ്ങ 53, കാപ്പിക്കുരു 200, ചിരട്ടപ്പാൽ 118, കൊക്കോ 75. ഇതോടുകൂടി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി. വാർത്തകളും വിശേഷങ്ങളും ഇനി ഓപ്പൺ ന്യൂസിലൂടെ. ഓപ്പൺ ന്യൂസ് 24.